അസ്സലാമു അലൈക്കും. 7ാം ക്ലാസ്സിൻ്റെ ക്വാർട്ടർലി എക്സാം പാദവാർഷിക പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുകയാണ്. ഈ വർഷത്തെ പരീക്ഷയ്ക്ക് ചില പ്രത്യേകതകളുണ്ട്. മുമ്പ് നമുക്ക് 25 മാർക്കിലായിരുന്നു പരീക്ഷ ഉള്ളത്. അതിപ്പോൾ 30 മാർക്കാക്കിയിട്ടുണ്ട്. അതുപോലെ കൂടുതൽ ചിത്രങ്ങളുടെ സഹായം കൂടാതെ ഹിൻഡുകളൊന്നും കൊടുക്കാതെയാണ് കുട്ടികൾ പരീക്ഷ എഴുതേണ്ടത്. ചോദ്യം നന്നായി വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് പരീക്ഷ എഴുതാൻ സാധിക്കുക. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ പ്രവർത്തനം നഖ്റ ഉൽ ഫിഖ്റ വനുജീബ്. നഖ്റ ഉൽ ഫിഖ്റ പാരഗ്രാഫ് വായിക്കാം, വനുജീബ് എന്നിട്ട് ഉത്തരം എഴുതാം. ഹസ്വല നസീം അല മിൻഹത്തി USS. ഹസ്വല നസീം നേടി അല മിൻഹത്തി USS സ്കോളർഷിപ്പ് നേടി. ഫജറത്ത് ഫിൽ മദ്രസ ഹഫ്ലത്തു തക്രീം. അപ്പോൾ മദ്രസയിൽ വെച്ചിട്ട് ഹഫ്ലത്തു തക്രീം അഭിനന്ദന യോഗം ചേരുകയാണ്, ആദരിക്കാനുള്ള യോഗം. തഹത്ത ഇഷ്റാഫി മുൻതദ ലുഅത്തുൽ അറബിയ. അറബി ഭാഷ ക്ലബിൻ്റെ ആഭിമുഖ്യത്തിലാണ് ഈ പരിപാടി നടക്കുന്നത്. ഇഫ്തതഹത്ത് നായിബത്തു ഇദാറത്തു തഅലീം അൽ ഹഫ്ല. ഇഫ്തതഹത്ത് ഉദ്ഘാടനം ചെയ്തു. നായിബത്തു ഇദാറു തഅലീം വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഡയറക്ടർ, അദ്ദേഹമാണ് അൽ ഹഫ്ല പരിപാടി ഇഫ്തിതാഹ് ചെയ്തത്, ഉദ്ഘാടനം ചെയ്തത്. റഅസ നാദിറുൽ മദ്രസ അൽ ഹഫ്ല. നാദിറുൽ മദ്രസയാണ് റഅസ അധ്യക്ഷത വഹിച്ചത്. അൽഖാ അനീസ് വലീന കലിമാത്തു തഹാനി. കലിമാത്തു തഹാനി ആശംസാ പ്രസംഗം നടത്തിയത് രണ്ടാളുകളാണ്, അനീസും ഉണ്ട് ലീനയും ഉണ്ട്. റഹബ അൽ മുദരിസ് ഷിഹാബുദ്ദീൻ ബിൽ ഹഫ്ല. റഹബ സ്വാഗതം പറഞ്ഞു. അൽ മുദരിസ് ഷിഹാബുദ്ദീൻ മാഷാണ് സ്വാഗതം പറഞ്ഞത് ബിൽ ഹഫ്ല പരിപാടിയിൽ. അൽക അമീൻ മുൻതദ ലുഅത്തുൽ അറബിയ. അറബി ഭാഷാ ക്ലബിൻ്റെ സെക്രട്ടറിയാണ് കലിമത്തു ശുക്ർ നടത്തിയത്, നന്ദി പ്രസംഗം നടത്തിയത്. നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ പ്രോഗ്രാമാക്കി എഴുതുകയാണ്. തർഹീബാണ് ആദ്യം വന്നിരിക്കുന്നത്, സ്വാഗതം. അപ്പോൾ അതിന് നമ്മൾ പാരഗ്രാഫിലേക്ക് നോക്കേണ്ടത് റഹബ എന്നുള്ള വാക്കാണ്. റഹബ അല്ലെങ്കിൽ തറഹബ എന്നോ കാണാം. അപ്പോൾ റഹബ എന്ന് നമുക്കിവിടെ കാണുന്നുണ്ട്. റഹബ മുദരിസ് ഷിഹാബുദ്ദീൻ എന്നുണ്ട്. അപ്പം നമ്മളത് ഇവിടെ ചേർക്കുന്നു. തർഹീബ് മുദരിസ് ഷിഹാബുദ്ദീൻ. രണ്ടാമത്തത് റിആസത്താണ്. പാരഗ്രാഫിൽ ഒന്നുകിൽ റഅസ അധ്യക്ഷത വഹിച്ചു അല്ലെങ്കിൽ തറഅസ അധ്യക്ഷത വഹിക്കുന്നു എന്ന ആ വാക്കുകൾ വന്നേക്കാം. ഇവിടെ നമുക്ക് റഅസയാണ് വന്നിരിക്കുന്നത്. റഅസ നാദിറുൽ മദ്രസ എന്നാണ്. അപ്പോൾ റിആസത്തിൻ്റെ നേരെ നാദിറുൽ മദ്രസ. ഇഫ്തിതാഹ് ഉദ്ഘാടനം നമുക്കിവിടെ വന്നിരിക്കുന്നത് ഇഫ്തതഹത്ത് എന്നാണ്. ഇഫ്തതഹത്ത്, ഇഫ്തതഹ, ഖാമ ബിൽ ഇഫ്തിതാഹ്, ഈ 3 വാക്കുകളും വരാം. ഇതിലേത് വന്നു കഴിഞ്ഞാലും ഇഫ്തിതാഹുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ആരാണോ ചെയ്തതെന്ന് ഈ വാക്കിൻ്റെ തൊട്ടുടനെ കാണാം. ഇഫ്തതഹത്ത് നായിബത്തു ഇദാറു തഅലീമാണ്, അത് നമുക്കിവിടെ എഴുതി ചേർക്കാം. അത്തഹാനി ആശംസ. നമ്മുടെ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഈ പരിപാടിയിൽ സംസാരിക്കാനുള്ള അവസരം നൽകുമ്പോൾ ആശംസയിലാണ് അവരെയൊക്കെ ഉൾപ്പെടുത്തുക. അപ്പോൾ മിക്കവാറും അധിക പരിപാടികളിലും ആശംസ ഒരാളിൽ ചുരുങ്ങുകയില്ല, ഒന്നിലധികം ആളുകൾ ആശംസയിലേക്ക് വരാം. നമുക്ക് തരുന്ന റിപ്പോർട്ടിലും ഇതുപോലെ ഒന്നിലധികം വരും. അപ്പോൾ ആ തന്നിരിക്കുന്ന എല്ലാവരെയും നമ്മൾ ആശംസയിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് 2 ആളെയാണ് തന്നിരിക്കുന്നത്, അനീസും ഉണ്ട് ലീനയും ഉണ്ട്. അപ്പോൾ 2 പേരുകളും നമ്മളിവിടെ ചേർക്കണം. ശുക്ർ നന്ദി പറഞ്ഞത് അമീൻ മുൻതദ ലുഅത്തുൽ അറബിയയാണ്, അത് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ട്. അതിനൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ജറത്തിൽ ഹഫ്ല പരിപാടി നടന്നു, എന്തിൻ്റെ പരിപാടിയാണ് എന്നാണ് നമ്മൾ എഴുതേണ്ടത്. ബ്രാക്കറ്റിൽ 3 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ലിത്തക്രീം അഭിനന്ദിക്കാനുള്ളത്, ആദരിക്കാനുള്ളത്, ലിത്തൗദിയ് സെൻഡ് ഓഫ് യാത്രയയപ്പ്, ലിൽ ഇഫ്തിതാഹ് ഉദ്ഘാടനം. ഇതിൽ നമ്മുടെ പരിപാടി വന്നിരിക്കുന്നത് തക്രീമാണ്, അത് എഴുതി ചേർക്കാം.